ഉത്തർപ്രദേശിലെ 10ാം ക്ലാസ് ബോർഡ് എക്സാമിൽ 98.5% മാർക്കാണ് ഈ കുട്ടി നേടിയത്. അപ്പോൾ ചിത്രങ്ങളൊക്കെ വന്നു. പക്ഷേ ആ മാർക്ക് കിട്ടിയതിനെ പ്രശംസിക്കുന്നതിന് പകരം പലർക്കും സോഷ്യൽ മീഡിയയിൽ ചെയ്യാൻ മറ്റു പല കാര്യങ്ങളുമായിരുന്നു താല്പര്യം. സന്ധ്യപ്രഭയുണ്ട്. സന്ധ്യ, അവസാനമായി പ്രാചി പറയുന്നത് ചാണക്യൻ്റെ പേരാണ്. നമുക്കറിയാം, ഇപ്പോഴും നമ്മൾ പറയും ചാണക്യതന്ത്രം. അപ്പോൾ രൂപത്തിൻ്റെ പേരിലൊക്കെ പല വിമർശനങ്ങളും പരിഹാസങ്ങളും ഏറ്റ ചാണക്യൻ എങ്ങനെയാണ് ഈ നമ്മുടെ പുരാതന ഭാരതത്തിൽ തൻ്റെ രാഷ്ട്രതന്ത്രം കൊണ്ട് പ്രശസ്തി ആർജിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ പേര് വരെ പ്രാചി പറയുന്നുണ്ട്. അപ്പം ഈ പറയുന്നവരൊക്കെ പോട്ടെ, എനിക്കറിയാം ഞാൻ എന്താണെന്ന്. എൻ്റെ മാർക്ക് നിങ്ങളോട് എൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുമെന്നാണ് വളരെ ധൈര്യത്തോടെ ആ കുട്ടി പറയുന്നത്. ഈ 2 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കണ്ട കാഴ്ചകളും ആരൊക്കെ കുട്ടിക്ക് പിന്തുണയുമായി എത്തി പറയും. പ്രാചീനികം നമുക്ക് ആർക്കും സംശയം വേണ്ട, വളരെ മിടുക്കിയായ ഒരു കുട്ടിയാണ്. ആദ്യം തന്നെ അഭിനന്ദനവും, ഇത്രയും മികച്ച സ്കോർ വാങ്ങിയതിന്, നാടിന് അഭിമാനമായതിന് അഭിനന്ദനവും പറയുകയാണ്. അതോടൊപ്പം പ്രാച്ചിയുടെ കുടുംബവും ഒരുപാട് സന്തോഷിക്കേണ്ട ഒരു നിമിഷമാണ് അല്ലേ. 98%-ലധികമാണ് പ്രാച്ചി മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വേള സന്തോഷവും ആനന്ദവും ഒക്കെ ഉണ്ടാവുന്ന ഒരു വേളയിൽ ഈ പ്രാച്ചിയുടെ ഫോട്ടോസ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. അതും ആ കുട്ടിയുടെ മുഖത്തിൻ്റെ രോമത്തിൻ്റെ പേരിലാണ് ആ കുട്ടി വൈറലാകുന്നത്. ട്രോളുകൾ നേരിടേണ്ടി വരുന്നു. ഈ കുട്ടി ഇപ്പോൾ നേരത്തെ ദിവിഷ് പറഞ്ഞ പോലെ തന്നെ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് പറയുന്നുണ്ട്, എൻ്റെ മുഖത്തെ രോമമല്ല എന്നെ നിർണ്ണയിക്കുന്നത്, എൻ്റെ മാർക്കുകളാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ കുട്ടിയും ആ കുട്ടിയുടെ കുടുംബവും ഇങ്ങനെ ട്രോളുകൾ വരുമ്പോൾ നേരിട്ട ഒരു വേദനയുണ്ട്. ഇപ്പോൾ ആ കുട്ടിയുടെ കുടുംബം ആ കുട്ടിയുടെ കൂടെ നിൽക്കുന്നുണ്ട്, കുട്ടിയെ സംരക്ഷിക്കുന്നുണ്ട്, ധൈര്യം പകർന്ന് കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷേ പ്രാചി പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഞാൻ കുറവ് മാർക്ക് വാങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള ട്രോളുകളൊന്നും നേരിടേണ്ടി വരില്ലായിരുന്നു എന്നുള്ളത്. ഒരു പക്ഷേ കുറവ് മാർക്ക് നേടിയിരുന്നു എന്നുണ്ടെങ്കിൽ പ്രാച്ചിയെ നമ്മൾ ആരും അറിയുക കൂടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രാച്ചി മികച്ച മാർക്ക് വാങ്ങിയപ്പോൾ അതിനെ അഭിനന്ദിക്കാതെ ആ കുട്ടിയുടെ മുഖത്തെ രോമത്തെക്കുറിച്ചാണ് ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. നാണക്കേടാണ് ഇങ്ങനൊരു സമൂഹത്തിൽ ഇപ്പോഴും ആൾക്കാരുടെ കഴിവിനെ കുറിച്ചല്ലാതെ ആൾക്കാരുടെ ലുക്ക് കൊണ്ട് അവരുടെ ജഡ്ജ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുന്നത് അങ്ങേയറ്റം നാണക്കേടാണ് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ ഒരു പ്രാച്ചിയെ പോലെ തന്നെ, പ്രാച്ചി മാത്രമല്ല, ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ തന്നെ മുഖത്ത് രോമം വരുന്നില്ല എന്ന് പറഞ്ഞ് കളിയാക്കപ്പെടുന്നു. പെൺകുട്ടികൾക്കാണെങ്കിലും മുഖത്ത് രോമം ഉള്ളത് കൊണ്ട് കളിയാക്കപ്പെടുന്നു. ഒരാളുടെ ചോയ്സാണ് തൻ്റെ രൂപം അതുപോലെ തന്നെ നിലനിർത്തണമോ അല്ലെങ്കിൽ രോമം വടിച്ചു കളയണമോ രോമം നിലനിർത്തണമോ എന്നതൊക്കെ ഉള്ളത് ഒരാളുടെ ചോയ്സാണ്. പക്ഷെ സമൂഹം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഇങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുകയാണ്, എന്നിട്ട് അതിൻ്റെ പേരിൽ അവരെ ആക്ഷേപിക്കുകയാണ്. ഇത് മാറേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞാനോ ദിവിഷോ ഇവിടെ നിന്ന് പറയേണ്ട ആവശ്യം പോലും ഇല്ല, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഉള്ളിൽ കിടക്കുന്ന ഈ കാര്യങ്ങൾ പലപ്പോഴും ഈ കമൻറ്റുകൾ ഇടുന്ന ആൾക്കാർക്ക് മുഖം പോലും ഉണ്ടാവണം എന്നില്ല. ഇത്തരത്തിലുള്ള കമൻറ്റുകൾ പറഞ്ഞ് ഒരു കുട്ടിയെ, 15 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയെ കുത്തി നോവിക്കുകയാണെന്നുള്ളത് അത് എന്തൊരു മാനസികാവസ്ഥയാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ രോമം നിലനിർത്തണോ വേണ്ടയോ എന്നതൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ഈ കുട്ടിയെ പരിഹസിച്ചുകൊണ്ട് ഇതൊക്കെ പോസ്റ്റ് ചെയ്ത് നമ്മൾ ഞെക്കണല്ലോ, ഈ പോസ്റ്റ് വരാൻ വേണ്ടി. അത് ഞെക്കാൻ ആ മനസ്സ് എങ്ങനെ തോന്നുന്നു ആളുകൾക്ക്? കാരണം ഇത്രയും വലിയ വിജയം നേടിയ ആളെയാണ് നിങ്ങൾ ഈ പരിഹസിക്കുന്നതെന്ന് പരിഹസിക്കുന്നവർക്കും തോന്നുക. അല്ലെങ്കിൽ ഇതുപോലെ വിജയങ്ങൾ നേടാനെങ്കിലും നിങ്ങൾ പരിശ്രമിക്കുകയാണ് വേണ്ട, അല്ലാതെ ആളുകളെ ചെയ്യാനോ പരിഹസിക്കാനോ അല്ല നമ്മൾ സമയം കളയേണ്ടത്. എന്തായാലും പ്രാചിയോട് പറയാനുള്ളത്, നല്ല മിടുക്കിയായിട്ട് മുന്നോട്ട് പോവുക. ഇനിയും മാർക്കുകൾ കൂടുതൽ റാങ്കുകളിലേക്ക് പോകാൻ പ്രാചിക്ക് കഴിയട്ടെ.